എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും വിദ്യാർത്ഥികൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 2025-26 FIUGP 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും FIUGP 2025-26 രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് പ്രസ് റിലീസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ നോട്ടിഫിക്കേഷനും പ്രസ് റിലീസും പ്രോസ്പെക്ടസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ, അതുപോലെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് നോക്കാം. ഫീസ് സ്ട്രക്ചർ ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ഫീസ് സ്ട്രക്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്കാണ് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു PDF-ലായിരിക്കും അത് ആ ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ കോഴ്സിൻ്റെയും ഫീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഉള്ള കോഴ്സുകൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർ സെമസ്റ്റർ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കോഴ്സുകൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് BCA അതുപോലുള്ള കോഴ്സുകൾക്കാണെങ്കിൽ 21,000, BCom ആണെങ്കിൽ 12,600, അതായത് സെമസ്റ്റർ ഫീസാണ്. പെർ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് സെമസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങളിലെയും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരാനുള്ള സാധ്യത ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 9 പേജാണ് ഇതിലുള്ളത്. അപ്പോൾ 9 പേജിൽ കൃത്യമായിട്ട് എത്ര പെർസെൻറ്റേജ് വീതമാണ് ഫീസ് വരിക എന്നുള്ളതും അതുപോലെ തന്നെ റീഫണ്ടിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് റീഫണ്ട് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ട് എപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി നിങ്ങൾ അവിടെ നിന്ന് TC വാങ്ങിച്ച് പോകുമ്പോൾ എത്ര പെർസെൻറ്റേജാണ് ഈ ഒരു ഫീസ് റീഫണ്ട് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ 15 ദിവസം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ട് ആ ഒരു അഡ്മിഷൻ, അതായത് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് അഡ്മിഷൻ നടപടികൾ ക്ലോസ് ചെയ്യുന്നതിന് 15 ദിവസം മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് 100% പൈസ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ശേഷം 15 ദിവസം ആണെങ്കിൽ, അതായത് അഡ്മിഷൻ്റെ ഡേറ്റ്, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഡേറ്റ് ക്ലോസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ആണ് നിങ്ങൾ ഈ ഒരു TC വാങ്ങിക്കുന്നതെങ്കിൽ 80% പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് ഫീസായിട്ട് അടച്ചതിൽ 80% തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടി, അതുപോലെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ലോസ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞും, എന്നാൽ 30 ദിവസത്തിന് താഴെയാണ്. 15 ദിവസത്തിനും അതുപോലെ 30 ദിവസത്തിനും ഇടയിലായിട്ടാണ് നിങ്ങളുടെ ആ ഒരു കാലാവധി. അതായത് നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടിയിട്ട് ആ ഒരു പീരീഡിനുള്ളിലാണ് നിങ്ങൾ ഈ ഒരു റീഫണ്ടിനായിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ 50% ഫീസ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ നേടി അതിനുശേഷം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ലോസ് ചെയ്ത് നിങ്ങൾ 1 മാസമൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവിടുത്തെ TC വാങ്ങി നിങ്ങൾ അഡ്മിഷൻ വേണ്ട എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് 0% കിട്ടുക. അതായത് ഒറ്റ പൈസയും തിരിച്ചു കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വെച്ച് പൈസ റീഫണ്ട് കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക്, അതായത് ഇതിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം ഈ കൃത്യമായിട്ട് അത് PDF ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോക്കിയാൽ മതിയാകും. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒന്നാമത്തെ SSLC സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തെ മൊബൈൽ നമ്പർ, മൂന്നാമത്തേത് ഇമെയിൽ ID, അതുപോലെ നാലാമത്തെ അപേക്ഷാ ഫീസ്, അതുപോലെ അഞ്ചാമത്തേത് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഷീറ്റ്, ആറാമത്തെ നിങ്ങളുടെ JPEG ഫോമാറ്റ്, അത് JPEG ഫോമാറ്റുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് കോഴ്സ് മുൻഗണനാ ക്രമ പ്രകാരം നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഓരോ കോഴ്സും സ്റ്റാർ കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും അതുപോലെ തന്നെ ഫീസ്, അതുപോലെ ഗവൺമെൻറ് കോളേജിലെ ഫീസ് നിരക്കിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതാത് വർഷത്തെ ഫീസ് ഘടന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്, അതുകൂടി നോക്കുക. അതുപോലെ EWS വിഭാഗത്തിലുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ
നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് അതായത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിവ്യൂ പരിശോധിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയ ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവൂ. അതുപോലെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രസ്തുത വിൻഡോ റിഫ്രഷ് ചെയ്യുകയോ ബാക്ക് ബട്ടൺ അമർത്തുകയോ ചെയ്യരുത്. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് ഈ ഒരു വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് സർവ്വകലാശാലയിലേക്ക് അയക്കേണ്ടതില്ല. ഇത് പ്രവേശന സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കുക. അതുപോലെ എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നോക്കുക, നോക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. കാരണം അപേക്ഷിക്കുമ്പോൾ യാതൊരുവിധ തെറ്റും വരുത്തരുത്. തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു 4 ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ആ ഒരു റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കോഴ്സ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രെഡിറ്റ് പോയിൻ്റ് എന്താണ്, ഇതുപോലെ എല്ലാവിധ ഡീറ്റെയിൽസും വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UGCയുടെ റീഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും അഡ്മിഷൻ നേടിയ ശേഷം ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു TC വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീഫണ്ട് കൊടുക്കണം. അത് റീഫണ്ട് എത്ര പൈസ തരണം, എങ്ങനെയാണ് അതിൻ്റെ പെർസെൻറ്റേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് UGCയുടെ ഓർഡറാണ്. ജസ്റ്റ് നിങ്ങൾക്കിത് കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെയാണ് അതിൽ റീഫണ്ടിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. പ്രസ് റിലീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 9/6/2025 വൈകിട്ട് 5 മണി വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് SC/ST വിഭാഗത്തിന് 205 രൂപ, മറ്റുള്ള വിഭാഗക്കാർക്ക് 495 രൂപയാണ്. വെബ്സൈറ്റ് admission.uc.ac.in എന്നുള്ളതാണ്. 4 വർഷത്തെ ഒരു ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന മുഴുവൻ അപേക്ഷകരും അഡ്മിഷൻ വിഭാഗത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള റെഗുലേഷൻ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വായിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകളിലാണ് പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക. അതായത് 3 വർഷത്തെ UG ബിരുദം അല്ലെങ്കിൽ 4 വർഷത്തെ UG ബിരുദം എന്ന് പറയുമ്പോൾ ഓണേഴ്സ്, അതുപോലെ 4 വർഷത്തെ UG ബിരുദം അതിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെ വരുന്നുണ്ട്. നിലവിലുള്ള BVOC പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന വിജ്ഞാപനം സർവകലാശാല പിന്നീട് പുറപ്പെടുവിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ കോഴ്സുകളിൽ സ്പെഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് NCC, NSS ഇതുപോലെയുള്ള വെയിറ്റേജ്, നോൺ ക്രിമിനറി, EWS സംവരണ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. +2 ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ് പ്രകാരം രജിസ്റ്റർ നമ്പർ, പേര്, ജനനത്തീയതി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ പറ്റൂ. ആയതിനാൽ +2 HSC, VHSC വിഭാഗക്കാർക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെയാണ് നൽകാൻ പറ്റുക. അതുപോലെ നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ മുൻഗണനാക്രമത്തിൽ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസ് കോഴ്സുകളുടെ ഫീസ് എയ്ഡഡ് ഗവൺമെൻറ് കോഴ്സുകളുടെ ഫീസിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതായത് കൂടുതൽ ഫീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കേണ്ട വിദ്യാർത്ഥികളെ അവർ തിരഞ്ഞെടുക്കുന്ന 20 കോളേജ് ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്ന എയ്ഡഡ് കോളേജുകളിൽ അർഹമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ടയിലേക്കായിരിക്കും പരിഗണിക്കുക. ഓരോ കമ്മ്യൂണിറ്റിക്കും അർഹമായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോളേജുകൾ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ പ്രകാരം തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു കോളേജ് ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിവ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതുപോലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്നൊക്കെ വായിച്ച് നോക്കുക. അതുപോലെ പ്രോസ്പെക്ടസിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു അഡ്മിഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എങ്ങനെ അപേക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്ലൈ നോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ FIUGP രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. FIUGP എന്ന് പറഞ്ഞാൽ 4 ഇയർ ഗ്രാജുവേഷൻ, അതായത് ഈ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. FIUG ക്യാപ്പ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ് FIUGPയിലെ ക്യാപ്പിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ എൻ്റർ നെയിം, അതുപോലെ തന്നെ
നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ മൊബൈൽ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കണം, കാരണം തെറ്റിപ്പോകരുത്. അതിനുശേഷം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾക്കാൾ ഫീസ് കൂടുതലായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.